അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെപ്പറ്റി അറിഞ്ഞിടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല കേട്ടോ. ആലപ്പുഴ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മിക്കവാറും എല്ലാ കൃഷ്ണഭക്തർക്കും അല്ലാത്തവർക്കും ഒക്കെ ഇത് മലയാളികളായിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെയും കുഞ്ചൻ നമ്പ്യാർ മിഴാവ് കുട്ടി ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചതും ഒക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ കുഞ്ഞിലെ പാഠങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അന്ന് മുതൽ നമ്മുടെ കുഞ്ഞിക്കാലം മുതൽ തന്നെ ഈ അമ്പലത്തെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അവിടെ നിന്ന് ചെല്ലാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന സമയത്ത് കുറച്ച് പൂജകളൊക്കെ ചെയ്യുന്നത് കണ്ടു കേട്ടോ. വ്യത്യസ്തമായ പൂജകളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഒരു നല്ല വെളുത്ത ഒരു പശുവിനെ അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കഴുത്തിൽ നല്ല കിലുങ്ങുന്ന മണിമാലയും ഒക്കെ കെട്ടി നല്ല ഐശ്വര്യമുള്ള ഒരു പശുവിനെയാണ് അവിടെ കാണാൻ സാധിച്ചത്. പിന്നീട് കുറേ താലങ്ങളിലായിട്ട് കുറേ ധാന്യങ്ങളൊക്കെ മുളപ്പിച്ച് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. കടല, ഉഴുന്ന്, പരിപ്പ്, ചെറുപയർ, ഗ്രീൻ ബീൻസ്, അങ്ങനെയുള്ള കുറച്ച് എള്ളോ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ധാന്യങ്ങൾ എല്ലാത്തിലും മുള വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു താലത്തിൽ ശർക്കരയും പിന്നെ കരിമ്പ്, പഴവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പശുവിനെ കൊണ്ടുവന്ന് ക്ഷേത്രനടയിൽ കെട്ടുകയും അതിനെ പൂജിക്കുകയും അതിന് ഹാരമൊക്കെ ഇടുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടായിരുന്നു. പിന്നീട് അതിൽ നിന്ന് പഴം എടുത്ത് പശുവിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന പാപങ്ങളുടെ കാഠിന്യമൊക്കെ കുറയുന്നതിനും പാപങ്ങളില്ലാതാകുന്നതിനുമൊക്കെ ഈ പശുക്കൾക്ക് ഭക്ഷണം ദാനമായി നൽകുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പശുവിനെയൊക്കെ കാണാൻ അല്ലെങ്കിൽ അടുത്തൊക്കെ പശുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൈകൊണ്ട് നമുക്ക് ശർക്കരയോ പഴമോ ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ ഈ പാപം കുറയുന്നതിന് നല്ലതാണ് കേട്ടോ. എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നീട് അത് കഴിഞ്ഞിട്ട് പക്ഷേ എന്നാൽ ഇതിന് വേറെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പഴം മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആനയെ എഴുന്നള്ളിച്ച് കൊണ്ടുവരികയും ആനയെ ഇതുപോലെ പൂജയൊക്കെ ചെയ്തതിന് ശേഷം കരിമ്പും ഒക്കെ കൊടുക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് ചോദിച്ചറിയാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്കും ഒക്കെയുള്ള സമയമായിരുന്നു. ഇപ്പോൾ സീസൺ ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിരുന്നത് കൊണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇനി ഒരു അവസരത്തിൽ ഇതിനെപ്പറ്റി ഫുൾ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഇവിടെ അമ്പലപ്പുഴ പാൽപ്പായസം സേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഉച്ചപൂജ സമയത്ത് ഗുരുവായൂരപ്പൻ ഇവിടെ എത്തുക എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഉച്ചപൂജ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ഭാവത്തിലാണ് ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നത്. അപ്പോൾ പിന്നെ പ്രത്യേകതയായിട്ട് ഇവിടെ നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിട്ടുള്ള മിഴാവ് സൂക്ഷിച്ചിട്ടുണ്ട്, മണ്ഡപത്തിൽ വച്ചിട്ടുണ്ട് കേട്ടോ. അതും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ അമ്പലത്തിൽ എത്താൻ നോക്കണേ.